ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മുടെ നാട്ടിലധികം കേട്ടുപരിചയമില്ലാത്ത ഓരോ ബ്രാൻഡിന്റെ ഷൂസുമായിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്കീയിങ് എന്തൂസിയാസ്റ്റുകളായിട്ടുള്ള രണ്ട് ഫ്രഞ്ച് പീപ്പിൾസ് ഡിസൈൻ ചെയ്ത ഹോക്ക എന്ന ബ്രാൻഡിന്റെ ബോണ്ടായി 8 ഷൂസ്. സംഭവം എന്താ നോക്കിയാലോ. മൈ നെയിം ഇസ് ബെനിറ്റ്. വെൽക്കം ടു മൈ വീഡിയോ. ന്യൂസിലൻഡിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയായ മൗറി പീപ്പിളിന്റെ ഒരു മൗറി ഫ്രേസ് ഉണ്ട്, ഹോക്ക ഒനെ ഒനെ, വിച്ച് മീൻസ് ഫ്ലൈ ഓവർ ദ എർത്ത്. അതിൽ നിന്നും ഇൻസ്പിറേഷൻ സ്വീകരിച്ചാണ് ഹോക്ക എന്ന ഈ ബ്രാൻഡ് നെയിം ഉണ്ടായത്. നല്ല ചങ്കി ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ആയ ഈ സോളാണ് ഇവരുടെ ഐഡന്റിറ്റി. നല്ല കംഫർട്ട് ഓഫർ ചെയ്യുന്ന ഈ സോളിന് ഒരു ഇരട്ടപ്പേരുമുണ്ട്, മാഷ്മെല്ലോ ഓൺ സ്റ്റെറോയിഡ്സ്. മറ്റു ബ്രാൻഡുകളൊക്കെ മിനിമലിസ്റ്റിക് ഷൂ നിർമ്മിക്കാൻ ശ്രദ്ധിച്ചപ്പോൾ മാക്സിമലിസ്റ്റിക് ഷൂസാണ് ഹോക്ക ലക്ഷ്യം വെച്ചത്. അതുവഴി കൂടുതൽ കംഫോർട്ടും വ്യത്യസ്തമായൊരു ലുക്കും നല്ല കുഷനിങ്ങും ഷോക്ക് അബ്സോർപ്ഷനും ഒക്കെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. വലിയൊരു പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല കേട്ടോ. ഹോക്ക 2009 സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. പിന്നീട് 2013 ഒക്കെ ആയപ്പോൾ ഡെക്കേഴ്സ് ബ്രാൻഡ് ഇവരെ അക്വയർ ചെയ്തു. ഹോക്കയുടെ അൾട്ടിമേറ്റ് കുഷൻ കിങ് എന്നറിയപ്പെടുന്ന ബോണ്ടായി സീരീസിലെ ബോണ്ടായി 8നെ നമുക്കൊന്ന് അടുത്ത് കാണാം. ഷൂവിന്റെ നല്ലൊരു ശതമാനം ഏരിയയും കവർ ചെയ്തിരിക്കുന്നത് ഈ മിഡ്സോളിലെ EVA ഫോം തന്നെയാണ്. എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പാകത്തിന് നല്ല ഓവർ സൈസ്ഡും ചങ്കിയുമായിട്ടുള്ള മിഡ്സോളാണ് ഈ ഷൂവിന്റെയും ബ്രാൻഡിന്റെയും ഹൈലൈറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. നല്ല കുഷനിങ് ഓഫർ ചെയ്യുന്ന ഒരു മിഡ്സോൾ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ബോട്ടം സോളിലേക്ക് വരുമ്പോൾ ഒരു റബ്ബർ മെറ്റീരിയലാണ് വരുന്നത്. എങ്കിൽ പോലും നല്ല രീതിയിൽ ഈ മിഡ്സോളിലെ ഫോമും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹോക്ക ബ്രാൻഡിന്റെ ലോഗോ കാണാം. അപ്പറിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലോത്ത് അല്ലെങ്കിൽ മെഷ് മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല തിന്നായിട്ടുള്ള നല്ല രീതിയിൽ എയർ ഫ്ലോ നടക്കുന്ന ഒരു മെഷ് മെറ്റീരിയൽ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലേസി മെക്കാനിസമാണ് ഈ ഷൂ ഓഫർ ചെയ്യുന്നത്. ഷൂവിന്റെ ഇൻസോളിലേക്ക് വരുമ്പോൾ ഒട്ടും ഓവർലി കുഷൻഡ് ആയിട്ടുള്ള ഇൻസോൾ അല്ല, എങ്കിൽ പോലും അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ഇൻസോൾ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫിറ്റിലേക്ക് വരുമ്പോൾ നല്ല വൈഡർ ടോയുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഇത് ഇച്ചിരി ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് റണ്ണിങ് ഷൂസ് ഉള്ള ഇന്നത്തെ മാർക്കറ്റിൽ കംഫർട്ടിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വ്യത്യസ്തമായ ലുക്ക് ഓഫർ ചെയ്ത് സ്വന്തമായ ഒരു ഐഡന്റിറ്റി സ്ഥാപിക്കുവാനും അതുവഴി $1 ബില്യൺ കമ്പനിയായി മാറുവാനും ഹോക്കയ്ക്ക് സാധിച്ചു. എങ്കിൽ പോലും ഇവർക്ക് ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഈ ഉള്ളിലെ ക്ലോത്തും ഔട്ടറിലെ ഫാബ്രിക്കും ഒക്കെ പെട്ടെന്ന് കീറിപ്പോകുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുകൊണ്ട് കാണാനുമുണ്ട്. അതൊക്കെ ശരിയാക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹോക്ക ബോണ്ടായി 8നെയൊക്കെ ഒന്ന് അടുത്ത് കണ്ടു. ഇനി നമുക്ക് വിലയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് £150, അതായത് ഏകദേശം 16,000-17,000 രൂപ. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.